ബെയ്റൂട്ടിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 20 പേരാണ്. ആക്രമണത്തിൽ ജനവാസമുള്ള 8 നില കെട്ടിടം പൂർണ്ണമായി നിലംപതിച്ചു. ഇതിന് പിന്നാലെ 60-ലധികം പ്രൊജക്ടൈൽ മിസൈലുകളും വർഷിച്ചു. സായുധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന അതേ ആക്രമണ രീതിയാണ് സാധാരണക്കാർക്ക് നേരെയും ഇസ്രയേൽ പ്രയോഗിക്കുന്നത്. ഞങ്ങളെ മനുഷ്യരായി പരിഗണിച്ചുകൂടെ? ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന സെൻട്രൽ ബെയ്റൂട്ടിലെ അതിജീവിതരുടെ ചോദ്യമാണത്. ഹമാസ് ഹെസ്ബുള്ള നേതാക്കളെ വധിക്കുന്നതിന് പ്രയോഗിച്ച അതേ മാർഗങ്ങളാണ് വെള്ളി ശനി ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് നേരെയും പ്രയോഗിക്കപ്പെട്ടത്. രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ ലക്ഷ്യം വെച്ചും ആയുധ കേന്ദ്രങ്ങളെ തകർക്കാനും ഉപയോഗിക്കുന്ന വൻ പ്രഹരശേഷിയുള്ള മിസൈൽ 8 നില കെട്ടിടത്തെ പൂർണ്ണമായി തകർത്തു. 20 പേർ കൊല്ലപ്പെട്ടപ്പോൾ 66 പേർക്ക് പരിക്കേറ്റു. 10 കിലോമീറ്റർ അകലെ വരെയുള്ള പ്രദേശങ്ങളെ ആക്രമണം പ്രകമ്പനത്തിലാക്കി. ഇതിനു പിന്നാലെ ഇസ്മയിൽ ഹനിയക്കെതിരെ പ്രയോഗിക്കപ്പെട്ടതുപോലുള്ള 60ഓളം പ്രൊജക്ടൈൽ മിസൈലുകൾ കെട്ടിടങ്ങളിലേക്ക് തുളഞ്ഞുകയറി. ഇതോടെയാണ് മരണസംഖ്യ കൂടിയത്. ഹിസ്ബുള്ള ഓപ്പറേഷൻസ് തലവൻ മുഹമ്മദ് ഹെയ്ദറാണ് ലക്ഷ്യമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. എന്നാൽ ഒരാൾക്ക് വേണ്ടി നിരപരാധികളായ സാധാരണക്കാരെ ഇരയാക്കുന്നതിന്റെ നീതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുന്നറിയിപ്പില്ലാതെ ആക്രമണം നടത്തിയതിൽ ഇസ്രയേൽ വിശദീകരണം നൽകിയില്ല. സമ്മർദ്ദം ചെലുത്തി ഹെസ്ബുള്ളയെ വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരാനാണ് ഇസ്രയേലിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് ലെബനനിലെ നയതന്ത്ര പ്രധാന മേഖലകളിൽ ആക്രമണം ശക്തിപ്പെടുത്തിയത്. സെൻട്രൽ ലെബനനിലെ ബസ്ത, തെക്കൻ പ്രവിശ്യയിലെ ദഹിയ എന്നിങ്ങനെ ഹെസ്ബുള്ള സാന്നിധ്യം സംശയിക്കപ്പെടുന്ന മേഖലകളിലെല്ലാം കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ജനസാന്ദ്രതയേറിയ ഈ മേഖലകളിലേക്കുള്ള ആക്രമണം നടന്നുവരുന്ന സമാധാന ശ്രമങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.